السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله بالعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുൽ അഅ്മാൽ അഫ്ളൽ, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഏതോ സൽക്കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠകരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഈമാൻ ബില്ലാഹ് വൽ ജിഹാദു ഫീ സബീലിഹി. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഈമാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളായ മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വൽ ജിഹാദ് ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. അത് അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഔന്നത്യത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും എങ്ങനെയൊക്കെ നാവ് കൊണ്ടും കൈകൊണ്ടും എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിഹാദ് പലതരത്തിലുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നഫ്സിനോടുള്ള ജിഹാദ് വേറെയാണ്, നമ്മളോട് തന്നെ ഒരു ജിഹാദുണ്ട്, ദേഹേച്ഛകളോടുള്ള ജിഹാദ്, അതുപോലെ ശൈത്താനോടുള്ള ജിഹാദ്, അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള ജിഹാദ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ് ഉന്നതമാക്കുവാൻ വേണ്ടിയുള്ള ജിഹാദ്. അങ്ങനെ പലതരത്തിൽ ജിഹാദുകളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ജിഹാദുകളിലെല്ലാം ഏർപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ചില അമലുകളിൽ എനിക്ക് ദുർബലനായി പോയാൽ, ചില കാര്യങ്ങൾ, ഈ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തകുഫു ശർറക അനിന്നാസ്, നിന്റെ ഷർറ് ആളുകളിൽ നിന്നും നീ തടയുക. നമ്മളിൽ നിന്നും മറ്റൊരു ആൾക്കും ഒരു ഷർറും ഉണ്ടാകരുത്. അത് കൈകൊണ്ടാകട്ടെ, നാവ് കൊണ്ടാകട്ടെ, എങ്ങനെയുമാകട്ടെ, നമ്മളിൽ നിന്നുമുള്ള ഷർറ് മനുഷ്യന്മാർക്ക് തടയാം. തീർച്ചയായിട്ടും അത് നിനക്ക് തന്നെയുള്ള ഒരു സ്വതക്കയാണ്. നീ നിനക്ക് തന്നെ കൊടുക്കുന്ന ഒരു സ്വതക്ക, ദാനധർമ്മമാണിത്. നിന്നിൽ നിന്നുമുള്ള ഷർറ് ആളുകൾക്ക് തടയുക എന്നുള്ളത്. അത് ആർക്കും, എന്നിൽ നിന്നൊരു ഷർറ് ആർക്കും ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടാകണം. നമുക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടാകണം. കാരണം പലപ്പോഴും ചില ആളുകളെ വിലയിരുത്താറുണ്ട്, അയാളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. ആർക്കും ഉപകാരമില്ലെങ്കിലും ഒരു ഉപദ്രവവും അയാൾ ആർക്കും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ തന്നെയായി ഇസ്ലാം കണക്കാക്കുന്നു. ഒരാൾക്കും ഒരു ഉപദ്രവം ഇല്ലെങ്കിലും, ഒരു ഉപകാരമില്ലെങ്കിലും, ഉപദ്രവം അയാളിൽ നിന്ന് ആർക്കും ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അയാളെ ഒരു മുസ്ലിമായി തന്നെ ഇസ്ലാം, യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാം അയാളെ പരിഗണിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ സംരക്ഷിതരാണോ അയാളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുക. നമ്മളിൽ നിന്നും ഉപകാരം മനുഷ്യർക്ക് ഉണ്ടാകണം. ഇനി അതുണ്ടായിട്ടില്ലെങ്കിലും ഒരു ഉപദ്രവവും നമ്മളെ കൊണ്ട് ഉണ്ടാകരുത് ആർക്കും എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.